എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ജൂണിലെ കറന്റ് അഫയേഴ്സ് ഭാഗത്തു നിന്നും പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഡെയിലി കറന്റ് അഫയേഴ്സ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ റെഗുലറായി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് മുൻപ് സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് ഹരിത വിദ്യാലയം, ശുചിത്വ വിദ്യാലയം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലാ കളക്ടറേറ്റാണ് കോട്ടയം. 2023 ലോക ക്ഷീരദിനമായി ആചരിക്കുന്നത് ജൂൺ 1 2023 ലോക ക്ഷീരദിനത്തിന്റെ പ്രമേയം എന്താണ്? സുസ്ഥിര ക്ഷീര വ്യവസായം ഭൂമിക്കും മനുഷ്യനും ഗുണകരം. കേരള സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സാമൂഹ്യ വിദ്യാഭ്യാസ പരിപാടിയാണ് പൗരധ്വനി. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ഫുട്ബോൾ ക്ലബ്ബ് റയൽ മാഡ്രിഡ്. മഹാരാഷ്ട്രയിലെ അഹല്യാനഗർ എന്ന പുനർനാമകരണം ചെയ്യുന്ന ജില്ല അഹമ്മദ്നഗർ. കേരളത്തിലെ ആദ്യ നാപ്കിൻ സംസ്കരണ സംവിധാനം നിലവിൽ വരുന്ന ജില്ല പാലക്കാട്. 2023 ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ടീം ഓസ്ട്രേലിയ. ഇന്ത്യ ആയിരുന്നു എതിരാളികൾ. 2023 പുരുഷ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കളാണ് ഇന്ത്യ. നാട്ടുമാവുകളെ സംരക്ഷിക്കാൻ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാവും തണലും. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീൽ. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. ബഹിരാകാശ ഏജൻസിയായ നാസ തയ്യാറാക്കിയ ചൊവ്വാഗ്രഹത്തിന് സമാനമായ കൃത്രിമ ആവാസ വ്യവസ്ഥയുടെ പേര് മാർസ് ഡൂൺ ആൽഫ. കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കാസർഗോഡ്. കേരളത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ പദ്ധതി. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഐവറി കോസ്റ്റ്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരാണ് ബിപോർജോയ്. ബിപോർജോയ് എന്ന പേരു നൽകിയ രാജ്യം ബംഗ്ലാദേശ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് കേരളം. 2023 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഭക്ഷണ നിലവാരം ജീവൻ രക്ഷിക്കും. 2023 ജൂണിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ അശോക ചക്ര ജേതാവാണ് ആൽബി ഡിക്രൂസ്. പാരീസിൽ നടന്ന ഡയമണ്ട് ലീഗ് മത്സരത്തിൽ ലോങ് ജമ്പിൽ 3ാം സ്ഥാനം നേടിയ മലയാളിയാണ് ശ്രീശങ്കർ. 200 കോടി കളക്ഷൻ എന്ന ചരിത്ര നേട്ടത്തിലെത്തിയ ആദ്യ മലയാള സിനിമയാണ് 2018. 2023 ഏഷ്യൻ ജൂനിയർ വനിതാ ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യ. 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച്. 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിയാടെക്. 45ാമത് യൂറോപ്യൻ എസ്സേ പ്രൈസ് പുരസ്കാരം നേടിയത് ആര്? അരുന്ധതി റോയ്. 2023 ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ MK സാനു. 2023 സെപ്റ്റംബറിൽ തുടങ്ങുന്ന ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ചൈന. 2023 സെപ്റ്റംബറിൽ തുടങ്ങുന്ന
വേദിയാകുന്ന ചൈനയിലെ നഗരം ഹാങ്ചൗ. ത്രിമൂർത്തി ഭവനിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി. ഗോവയിൽ നടക്കുന്ന 37ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്ത്. കേരളത്തിലെ ആദ്യ സൗരോർജ സർവകലാശാല കേരള സർവകലാശാല. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് എവിടെ വെച്ച്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ക്ഷേത്രാങ്കണങ്ങളും കാവുകളും കുളങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ദേവസ്വം വകുപ്പിന്റെ പുതിയ പദ്ധതി ദേവാങ്കണം ചാരുഹരിതം. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ പുതിയ തലവൻ രവി സിൻഹ. WHO പുതിയ റിപ്പോർട്ട് പ്രകാരം കോവിഡിനേക്കാൾ മാരകമായി ലോകത്ത് വരാനിരിക്കുന്ന രോഗം ഡിസീസ് എക്സ്. 2023 ഇന്റർ കോണ്ടിനെന്റൽ ഫുട്ബോൾ കിരീട ജേതാക്കളായ ടീം ഇന്ത്യ. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന സംഗീത ആൽബം ഉയിരോട് ചേർത്തിടാം. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴം മിയാസാക്കി. 2023 നടക്കുന്ന 3ാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 2023 25ാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ റെയിൽവേ സർവീസ് കൊങ്കൺ റെയിൽവേ. ഒരു ചിഹ്നഗ്രഹത്തിന് പേര് ലഭിച്ച ആദ്യത്തെ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ വൈനു ബാപ്പു. ഇദ്ദേഹം തലശ്ശേരിക്കാരനാണ്. ഒരു ചിഹ്നഗ്രഹത്തിന് പേര് ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ അശ്വിൻ ശേഖർ. ഫെൻസിംഗിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഭവാനി ദേവി. കുമാരനാശാന്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ജൂണിൽ ചിത്രീകരണം ആരംഭിച്ച സിനിമ വാസവദത്ത. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ പൗരന്മാർ പങ്കെടുത്ത പൊതുപരിപാടി എന്ന ലോക റെക്കോർഡ് നേടിയത് UN ആസ്ഥാനത്ത് നടന്ന യോഗ പരിപാടി. ഇട്ടി അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കൊല്ലം. ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ 5 പേരുമായി ആഴക്കടലിലേക്ക് പോയി തകർന്ന പേടകം ടൈറ്റൻ. ടൈറ്റന്റെ മാതൃസ്ഥാപനം ഓഷ്യൻ ഗേറ്റ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിന്റെ പ്രചരണ പ്രോഗ്രാം ഭാരത് ഇൻ പാരീസ്. 2023 ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഓൾ ആൻഡ് ചൈൽഡ് ലേബർ. SSLC, +2 പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്കും പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർ പഠനത്തിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹോപ്പ്. അണ്ടർ 18 വിഭാഗത്തിൽ ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ വനിതാ അമ്പെയ്ത്ത് താരം അദിതി ഗോപിചന്ദ്. ഡോക്ടർ APJ അബ്ദുൽ കലാം നോളജ് സെന്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം. ലോക കേരള സഭ 2023 വേദിയായ രാജ്യം അമേരിക്ക. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ 4ാമത് ജലശക്തി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് മാണിക്കൽ. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീ സൗഹൃദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളം പുറത്തിറക്കിയ സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പാണ് ഷീ ടൂറിസം. 2023 തകർന്ന യുക്രൈനിലെ അണക്കെട്ട് നോവാകഗോവ്ക. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. 2024 നിലവിൽ വരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏതു ജില്ലയിലാണ്? തൃശൂർ. 2023 ദേശീയ യോഗ ഒളിമ്പ്യാഡിന്റെ വേദി ഇന്ത്യ. ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായി തദ്ദേശീയമായ
വികസിപ്പിച്ച സുരക്ഷാ സംവിധാനം കവച്. വിളർച്ചമുക്ത കേരളത്തിനായുള്ള വിവാ കേരള ക്യാമ്പയിന് കീഴിൽ ലക്ഷ്യം പ്രാപിച്ച ആദ്യ പഞ്ചായത്ത് മൈലപ്ര. ഇത് പത്തനംതിട്ട ജില്ലയിലാണ്. ലോക 1-ാം റാങ്കിങ്ങിലെത്തിയ ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര. ആമസോൺ കാടുകളിൽ വിമാനാപകടത്തിൽപ്പെട്ട കുട്ടികളെ കണ്ടെത്തുവാനായി നടത്തിയ അന്വേഷണ ദൗത്യം ഓപ്പറേഷൻ ഹോപ്പ്. 2023 ജൂൺ 13 പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ച വാൽമുട്ടി കോളനി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 മലയാള വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രിയ AS. ഇവരുടെ നോവലാണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയതിന്റെ 40ാമത് വാർഷികം ആഘോഷിച്ചത് എന്ന്? 2023 ജൂൺ 25. ഈജിപ്തിന്റെ പരമോന്നത ബഹുമതി ഓർഡർ ഓഫ് ദ നൈൽ. 2023 ഈജിപ്തിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി നൈൽ ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിർമ്മിക്കുന്നത് എവിടെയാണ്? ചമ്പാരൻ, ബീഹാർ. 2023 ജൂണിൽ അന്തരിച്ച ലിഥിയം അയോൺ ബാറ്ററിയുടെ സഹസൃഷ്ടാവും രസതന്ത്ര നോബൽ ജേതാവുമായ വ്യക്തി ജോൺ ഗുഡിനോഫ്. കേരളത്തിന്റെ 48ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി വി വേണു. കേരളത്തിന്റെ പോലീസ് മേധാവിയായി നിയമിതനായ വ്യക്തി ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS. താങ്ക് യു.